Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇപ്പോൾ 2025 ആയി. ആദ്യം തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയട്ടെ. അതിൻ്റെ കൂടെ എന്നാന്ന് വെച്ചാൽ പറയാനുള്ള കാര്യം ഉള്ളതുപോലെ പറയാം. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ വർഷം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യരുത്, നാളെ തൊട്ട് ജിമ്മിൽ പോകണം, അതായതാന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ. അതേപോലെ ആയിരിക്കുമല്ലോ 25-ലും നമ്മുടെ പുതിയ ന്യൂ റെസൊല്യൂഷൻസ് ഉണ്ടാവുക. എനിവേ, എല്ലാവർക്കും ഒരു ഐശ്വര്യവും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു പുതുവർഷമായി മാറട്ടെ. എല്ലാവരുടെ മനസ്സിലും ഓരോ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും, പുതിയ പുതിയ വെഞ്ചേഴ്സ് ഉണ്ടാവും. എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് ഞാൻ പറയുക. അതിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ 2025 നമുക്ക് എന്താ പറയുക, ഒരു നോൺ വെജ് റെസിപ്പിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചെയ്യാൻ പോകുന്ന എന്നാന്നോ, ഈ കറി എന്ന് പറയുന്നത് നമ്മുടെ മേജർ രവിചേട്ടനെ അറിയില്ലേ, എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ചേട്ടൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ വൈഫ് അനന്ത ചേച്ചി ഒരു പ്രാവശ്യം നമ്മുടെ ഫസ്റ്റ് സീസണിൽ 2 പേരും വന്നതാ. അനന്ത ചേച്ചി എന്നെ പഠിപ്പിച്ചു തന്നാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അനന്ത ചേച്ചി ആക്ച്വലി പുള്ളിക്കാരത്തി ചേട്ടൻ്റെ കൂടെ എല്ലായിടത്തും പോകുന്നതാ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഒത്തിരി പേരെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, മോളെ നീ ഇത് ഒത്തിരി ഞാൻ മീറ്റ് ചെയ്ത് ഭയങ്കര ഹൈഫൈ ടൈപ്പ് ഓഫ് ചിക്കൻ കറി അല്ല ഇത്. പക്ഷേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ മിലിറ്ററിക്കാരുടെ ഇടയിൽ വരുന്ന ഓൾ ഓഫ് എ സഡൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ബട്ട് ഇറ്റ്സ് സോ ടേസ്റ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്താ ചേച്ചി എന്നാ ഒന്ന് പഠിപ്പിച്ചു തന്നേന്ന് പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമായത്. ഇത് എന്നാന്ന് വെച്ചാൽ പ്യോർ ഗീലാണ് ഉണ്ടാക്കുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ചെയ്യാൻ നോക്കുവേ. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഇഷ്ടമാണ്, ഗീ വേണോ അതോ വെജിറ്റബിൾ ഓയിൽ വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഇപ്പം ഇനി വേണ്ടിയ കാര്യങ്ങളൊക്കെ എന്നാന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇതിനകത്ത് ആദ്യം വേണ്ടിയത് കുറച്ച് നെയ്യ്, പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇത് 1 കിലോ ചിക്കനാണ് ഞാൻ മേടിച്ചേക്കുന്നത്. കുറച്ച് വലിയ കഷ്ണമാക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണമാക്കാം, എങ്ങനെയായാലും ഏറ്റവും ചെറിയ ഇതിൽ നിന്ന് കുറച്ചുകൂടെ ചെറുതാക്കിയാൽ നല്ലതാ. ഇനിയിപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടേ വേണ്ട കേട്ടോ. ഇനി ഇതിനകത്തൊരു 4 സവാളയാ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇതിങ്ങനെ തന്നെ അരിയണം. അപ്പം എന്നാന്നറിയാവോ, കുറച്ച് മൂക്കുന്നത് കുറച്ച് എളുപ്പത്തിലായിരിക്കും. നെക്സ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ, പച്ചമുളക് ഒരു 4 എണ്ണം ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇതിന് എരിവില്ല ഈ പച്ചമുളകിനധികം. പിന്നെ വേണ്ടിയത് ഒരു 2 ടൊമാറ്റോ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. ഈ കറിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉള്ളി, സവാള, തക്കാളി ഇതെല്ലാം കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയാണ് വേണ്ടേ. കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. കുറച്ച് ജീരകപ്പൊടി, ഇത് കുറച്ച് കട്ടി തൈരാണ്. പുളി അധികം വേണ്ട, പുളി ഇല്ലാത്തതാ ഏറ്റവും നല്ലത്. പിന്നെ കസൂരി മേഥി, കുറച്ച് ഗരം മസാല, ഇത് കുറച്ച് ഫ്രഷ് ക്രീമാ. ഇത് ഒത്തിരി നമ്മൾ കറിയിലോട്ട് അങ്ങ് ചേർക്കുകയല്ല, ഇതൊരു ലാസ്റ്റ് നമ്മളൊന്ന് ഇച്ചിരി ഒഴിക്കത്തേ ഉള്ളൂ. അതില്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് എടുത്ത് വെച്ചാൽ മതി. ഇത് ബട്ടറാണേ. ഇതും ഒരുപാട് ഇട്ട് നമ്മൾ അങ്ങ് വഴറ്റാൻ എടുക്കുകയല്ല, ലാസ്റ്റ്. ഇത് കുറച്ച് മല്ലിയില. ഇത്രയും സാധനമാണ് വേണ്ടിയേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചീനച്ചട്ടി ഒന്ന് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ, നല്ലതായിട്ട് ചൂടായിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ പൊട്ടിത്തെറിക്കും. അപ്പം അതിനുള്ള ഒരു സമാധാനം എനിക്ക് പോരാ. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് ചൂടായിക്കോട്ടെ. കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുകയെന്നതിലുണ്ടല്ലോ എളുപ്പം എന്നാന്ന് വെച്ചാൽ, ഈ ചീനച്ചട്ടി ബേസിക്കലി അങ്ങ് നമ്മൾ ചൂടടിച്ചിട്ട് നല്ല ചൂടായിരിക്കും. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് ആവാനായിട്ട് എളുപ്പമുണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ അമ്മച്ചിമാരൊക്കെ പറയുന്നത്, നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുവാന്നേ പറയണ്ട കേട്ടോ ഈ കറിയൊക്കെ. ഓക്കെ, വെള്ളം വറ്റി, ചീനച്ചട്ടി ഇച്ചിരി ചൂടായി. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഇടുക. സാധാരണ റിഫൈൻഡ് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ ഫസ്റ്റ് ആദ്യം ഒന്ന് നെയ്യിൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്.
1 കിലോ കോഴിയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാ. ഇത് വെളിയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ, അതായത് ഇത് കുറച്ചുകൂടി വലുതായതുകൊണ്ട് വലിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂണേ എടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുത്തൽ നല്ലോണം ഉണ്ടാവും, അതെനിക്ക് തീരെ താല്പര്യമില്ല. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും ഒന്ന് മൂപ്പിച്ചേച്ച് അടുത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിൽ ചതച്ചേച്ച് ഇടുവാണെങ്കിൽ പെട്ടെന്ന് മൂക്കും, പക്ഷെ ഇത് അങ്ങനല്ല, ഒരു ഇച്ചിരി ഒന്ന് മൂക്കാനായിട്ട് സമയം കൊടുക്കണം. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്തു. ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. തീ ഒന്ന് കുറച്ച് വെച്ചേച്ച. ഓക്കെ, ഇതിന്റെ പരുവ് എങ്ങനെയാന്നോ, ഈ ചിക്കൻ ഒന്ന് വെന്ത്, അതായത് ഇപ്പൊ പിങ്ക് കളറാണ് ഈ ചിക്കന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊരു 1/4 വേവ് അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇതിന്റെ നിറം ഒന്ന് മാറി തുടങ്ങും. നിറം ഒന്ന് മാറി കുറച്ച് നാവുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് വഴറ്റാം. ഈ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ വേറെ ഒരു കറിയോ പാത്രം കഴുകാനോ അങ്ങനെ ഒന്നും ഇടയ്ക്ക് പോയേക്കരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന ഉള്ളിയിട്ട് വഴറ്റി അങ്ങനെയൊക്കെ അല്ലേ. ഇത് ചിലപ്പോൾ ചിക്കൻ ഇട്ടേച്ച് ഉള്ളിയിട്ട് അത് വഴറ്റി ഓരോന്നായിട്ടിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ കറി മാറ്റി വെക്കാം. അങ്ങനെ വേവാനായിട്ടൊന്നും വെക്കേണ്ട സമയം വരികയില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയായത്. ശരിക്കും ഞാൻ നോക്കിയിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അന്തചേച്ചിയൊക്കെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എല്ലാം ഇപ്പൊ ജീര റൈസ്, കപ്പ അങ്ങനെ ഇങ്ങനെ പട്ട ചെയ്യുന്ന കാണാവേ. ഇനി ഇതിന്റെ ഇറച്ചിയുടെ ആ പിങ്ക് കളർ കുറച്ചുകൂടി ഒന്ന് മാറാനുണ്ട്. അതൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ സവാള ഇട്ട് ഒന്ന് വഴറ്റാവേ. ഇനി നമ്മൾ എണ്ണ അധികം ഒഴിക്കണ്ട. എന്നാന്ന് വെച്ചാൽ നെയ്യ് എത്രയുണ്ട്, പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങോട്ട് ഊറി വരും. അതിൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്ക് ധാരാളം മതിയാവും. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ ഇനി നമ്മുടെ സവാള കുറച്ച് ഇടുക. 1 കിലോ ഇറച്ചിക്കാണെങ്കിൽ 4 സവാള, മീഡിയം 4 സവാളയാണ്. ഇത് 1 അല്ല, 4 എണ്ണം അല്ല, ഒരു ഇച്ചിരി കൂടി കൂടുതൽ അരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സവാള ഇട്ടാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മധുരം വരും. അപ്പൊ അത്രയും ഞാൻ ഇടുന്നില്ല. ഒരു സവാള, ഒരു ചെറിയ സവാളയാ, പക്ഷെ എന്നാലും ഞാൻ അത്രയും ഇടുന്നില്ല, ഇച്ചിരി ബാക്കിയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളുക. 4 മീഡിയം സൈസ് സവാള മതി. ഇനി ഈ സവാളയെ ഒന്ന് വഴണ്ട് ഈ പറഞ്ഞ പോലെ എന്നാ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഒന്ന് പറ്റി വരുന്ന സമയം നമുക്ക് വേണേ. ഇപ്പൊ നമ്മുടെ ആ നെയ്യ് ഒന്ന് ഇടയ്ക്ക് തെളിഞ്ഞു വരുന്നുണ്ട്, ഉള്ളിയൊക്കെ നല്ലതായിട്ട് വാടി. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് പച്ചമുളക് ഒന്നെങ്കിൽ കീറിയിടാം, അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാം. ഏതാ എളുപ്പമെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇവിടെ ഇപ്പൊ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയട്ടെ, കൈ മുറിയോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ 4 അങ്ങ് കീറിയിടുക. ഈ പച്ചമുളകിന് വലിയ എരിവില്ല, അതുകൊണ്ട് 4 ഇടുക. 1 കിലോയ്ക്ക് 4 കണക്കാക്കിക്കോ. എരിവുള്ള എരിവ് ഇല്ലാത്തത് വലിയ മീഡിയം സൈസ് പച്ചമുളകില്ലേ, ആ മീഡിയം സൈസ് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 6 എണ്ണമാണ് കണക്ക്. ഇതിപ്പം ഇനിയിപ്പോൾ 10 എണ്ണം അല്ല 12 എണ്ണം ഇട്ടാലും എരിവ് അധികം കാണുകയല്ല ഇതുതരം പച്ചമുളകല്ലേ. പച്ചമുളക് ഇട്ടു. ഇനി ഇതിനകത്തോട്ട്, അതായത് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് എന്നാ പറയാ, ചിക്കനും നമ്മുടെ ഇടുന്ന ഓരോ മസാലാസും ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം ആ ചിക്കനും മസാലയൊക്കെ മൂത്ത വെള്ളം വറ്റി തുടങ്ങി. ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് നെയ്യാ. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ഇട്ട സവാളയൊക്കെ നല്ലോണം വാടി അതിനകത്തോട്ട് അങ്ങ് ചേർന്നു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഈ തക്കാളിയാ. ഒരു വലിയ 2 തക്കാളിയാ അതിന്റെ ഒരു കണക്ക്. ഈ തക്കാളിയും കൂടെ നല്ലോണം ഇതിനകത്തോട്ട് ഒന്ന് ഉടഞ്ഞ് അതിനകത്ത് അങ്ങ് ചേരണം.
നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ കറി വെക്കുമ്പോൾ അപ്പുറം ഇപ്പുറം പോയി വേറെ പണിയൊന്നും എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ച് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ നേരം എൻ്റെ ചേച്ചി പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ നേരം ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് ബാക്കി പണിയൊക്കെ വരുമല്ലോ, നാച്ചുറലി ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ വഴറ്റാനിടുന്ന സമയത്ത് ഈ സമയമൊക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നതാ. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം ഉണ്ട് എടുക്കുകയല്ല. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ട് വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രയാസമാണ്. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ലാസ്റ്റേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ ഈ തക്കാളിയുടെ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഒത്തിരി പറ്റി പോകുന്നതിന് മുമ്പ് ഞാൻ പൊടികൾ ചേർക്കാൻ പോവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പൊടി മൂക്കാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇനി ആ പൊടികളെല്ലാം ഒന്ന് ചേർക്കട്ടെ. ഫസ്റ്റ് ഐശ്വര്യമായിട്ട് 2025 പൊടികൾ ചേർക്കുമ്പോൾ ആദ്യമായിട്ട് മഞ്ഞപ്പൊടി തന്നെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാം ഐശ്വര്യവും എനിക്കെന്നല്ല എല്ലാവർക്കും, ആനീസ് കിച്ചൺ കാണുന്ന എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആന്നേല് നെക്സ്റ്റ് മുളക് പൊടിയാ. കാശ്മീരി ആണെങ്കിൽ നോക്കിക്കോണം, അതല്ല കാശ്മീരിക്ക് നമുക്ക് കുറച്ച് കൂടുതലിടാം. സാധാ മുളക് പൊടിയാണെങ്കിൽ മുളകൊന്ന് ശ്രദ്ധിച്ചോണം. ഇതൊരു സാധാ മുളക് പൊടി, ഞാനൊരു ഇച്ചിരി ഇടുന്നുള്ളൂ. ഞാൻ എരിവ് എങ്ങാനും കൂടിപ്പോയാൽ എടുക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. അതിൻ്റെയൊക്കെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്ക് ഇടുന്ന അളവില്ലേ, അത് തന്നെയാണ് അതിൻ്റെ അളവ്. പിന്നെ ഒരു സാധനം തുറന്നെടുത്തു കഴിഞ്ഞാൽ തിരിച്ചടച്ചു വെക്കാൻ അറിയാമേലേ എന്ന് ചില അമ്മമാർ ചോദിക്കും. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ മുളക് പൊടി ഇടാൻ പോയപ്പോൾ ഉള്ള ധൃതിയിൽ ഞാൻ ചെയ്തു പോയതാ. ഐ എം സോ സോറി. പിന്നെ നമ്മൾ എന്നതേലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിക്കാനാണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്. അങ്ങനത്തെ ന്യായീകരണം 2025 റെസൊല്യൂഷനിൽ പാടില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ജീരകപ്പൊടി, ഇനി ഈ പൊടിയെല്ലാം ഈ ഉള്ള വെള്ളം ഒന്ന് പറ്റി ആ നെയ്യിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു എന്താ പറയുക നിറവും അതേപോലെ ആ അരപ്പെല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് നല്ലൊരു തിക്ക് ഗ്രേവി ആവുമല്ലേ, അതുവരെ ഒരിച്ചിരി ക്ഷമിക്കണം കേട്ടോ. പിന്നെ നമ്മളിട്ട പൊടിയെല്ലാം മൂത്തു. ഈ പറഞ്ഞ പോലെ വേണ്ട എണ്ണ തെളിഞ്ഞു. നമ്മുടെ ചീനച്ചട്ടിയുടെ അടിയിൽ ആ പൊടിയെല്ലാം ഇങ്ങനെ മൂത്ത് 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 ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേണ്ടേ തൈര്, വലിയ പുളിയുള്ളതല്ല, അല്ലാതെ കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒരുപാട് എന്താ പറയുക തൈര് ഞാൻ പറയില്ല, ഒരു 4 ടേബിൾ സ്പൂൺ. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. വലുതായിട്ടൊന്നുമില്ല, കുറച്ച് കസൂരി മേഥി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ കണക്കാക്കിയോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കണ്ടോ നമ്മൾ ഒഴിച്ച് നെയ്യ് അത് എല്ലാം നല്ല അസലായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ തൈര് കണ്ടോ ഫുള്ളും ആ വെള്ളമെല്ലാം പറ്റി ആ ഇറച്ചിയെ പിടിച്ച്. എത്ര നേരം കൊണ്ട് അത് ആവുമെന്ന് ചോദിച്ചോ, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് എനിക്ക് അങ്ങനെ ഉത്തരം പറയാൻ പറ്റിയല്ല. പക്ഷെ എൻ്റെ കൺമുമ്പേ കണ്ടത് അതെ നിങ്ങളും കാണുന്നതാ. ആ ചിക്കനകത്തെ അല്ല തൈരിനകത്തെ വെള്ളം എല്ലാം നല്ലോണം പറ്റിയേച്ച് വേണ്ടേ എണ്ണ തെളിഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നതാ. അതുകൊണ്ട് ഞാൻ കസൂരി മേത്തി ഇട്ടു, അത് കഴിഞ്ഞ് ഗരം മസാല ഇട്ടു. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചിക്കനേന്ന് കുറച്ച് വെള്ളം ഊറി വരും. അപ്പം എന്താ വെച്ചാൽ അതുകൊണ്ട് ഒരു ചെറിയ ഫ്ലെയിമേൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ്, ഇത് അടച്ചിടേണ്ട കാര്യമില്ലെന്നാ
പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോ അനുസരിച്ച് എനിക്കൊരു ഇച്ചിരി നേരം അതൊന്ന് വെന്ത സന്തോഷം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചിടാം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഇത്രയും നേരം ചേർക്കാൻ മറന്നു ഒരു കാര്യമുണ്ട്. ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇറച്ചി വേവുമ്പോൾ ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറച്ചിയെ പിടിക്കുകയില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പിടാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതിയല്ലോ. ഓക്കെ, ഇനി ഒരു ചെറിയ തീയിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ടിട്ട് ആ മസാലയും ഈ പറഞ്ഞ പോലെ തൈരിൻ്റെയും ഈ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളുടെയും ആ ഒരു ഫ്ലേവർ ഇതിനകത്തോട്ട് നല്ലതായിട്ട് വരണം. അതുകൊണ്ട് ധൃതി പിടിക്കരുത്. പിന്നെ മാത്രമല്ല, ന്യൂ ഇയർ അല്ലേ, നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാവുകയും വേണം. അടുക്കള പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല. അത് റെസൊല്യൂഷനിൽ ഒന്നാക്കാന്ന് വെച്ചാൽ അത് ആക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ വൃത്തിയാക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. നമുക്കൊരു വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു സന്തോഷമാണ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ ന്യൂ ഇയറിന് നമ്മളെ ഐശ്വര്യമായിട്ട് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ടിനി ടോം ചേട്ടനും വൈഫുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യമേ ഈ പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിറവോടുകൂടി ടിനിച്ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. ടിനിച്ചേട്ടൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ, ആ ടിനിച്ചേട്ടനോ എന്ന് തോന്നത്തില്ലേ. ആ ഒരു പോസിറ്റിവിറ്റി എത്രയായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും കൂടെ ഉള്ളൊരു കാര്യം. അപ്പോൾ നമുക്കും അതിലൊരു പങ്കുചേരാം. ടിനിച്ചേട്ടാ നമസ്തേ. നമസ്തേ ടിനിച്ചേട്ടാ. ഒരു കാര്യം ഭയങ്കര സന്തോഷം എന്നാന്ന് വെച്ചാൽ, ആദ്യത്തെ സന്തോഷം എന്നാന്നറിയാവോ, ന്യൂ ഇയറിന് ടിനിച്ചേട്ടനാണ് ഞങ്ങളുടെ ആനീസ് കിച്ചൺ തുടങ്ങി വിടാൻ പോകുന്നത്. ഇത് ന്യൂ ഇയർ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ടിനിച്ചേട്ടനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടിനിച്ചേട്ടന് ബേസിക്കലി നല്ലൊരു തമാശ, പോസിറ്റിവിറ്റി, എനർജി എല്ലാം ഒരു പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നല്ലൊരു കഴിവ് ടിനിച്ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകർ പറഞ്ഞു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചിരിക്കാനും നിറവോടുകൂടി ടിനിച്ചേട്ടനാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഈ ന്യൂ ഇയറിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാല് ഡെയിലി എനിക്ക് കിട്ടുന്ന അതേ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചപ്പാത്തിയും ചിക്കൻ. പ്ലീസ് അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു പോകട്ടോ. ആക്ച്വലി എനിക്ക് വേറെ സന്തോഷം ഞാൻ പറയണേ, ടിനിച്ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെയാ വന്നേ. അപ്പൊ ഞാൻ പരിഭവം പറഞ്ഞു. ഇപ്രാവശ്യം രൂപയും കൂടെ കൊണ്ടുവന്നു. ഐ എം സോ ഹാപ്പി. ഒത്തിരി സന്തോഷം എന്നാന്ന് വെച്ചാൽ ടിനിച്ചേട്ടന് വാക്ക് പാലിച്ചു. രൂപേനെ ഞങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകർക്കും കാണാനൊത്തു, വിശേഷങ്ങളൊക്കെ ചോദിക്കാനൊത്തു. നിങ്ങളുടെ വിശേഷം ഒക്കെ ആദ്യം പറയൂ. പിള്ളേരെന്തോരം ആയി, അവരുടെയൊക്കെ വിശേഷം പറയൂ, കേൾക്കട്ടെ. ഒരു മോനാനുള്ള ആദ്യം, അവൻ കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്നു. എന്നത്തിനാ പഠിക്കുന്നത്? ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ. ഓ അത് ശരി. ഫിലിമിലേക്കൊക്കെ വരാനാണ് പുള്ളിക്കാരന് ഇഷ്ടം? ആക്ടിങ് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം നാടകം, എന്താ കലോത്സവത്തിലൊക്കെ ഓ അത് ശരി. ആക്ടിങ് ഞങ്ങൾ മൂന്നുപേരും കൂടി അഭിനയിച്ചിട്ടുണ്ട്. ഡ്രാമ എന്ന് പറഞ്ഞ് രഞ്ജിയേട്ടന്റെ ലാലേട്ടന്റെ സിനിമയില് ഞങ്ങൾ ലണ്ടനിൽ പോയപ്പോ എന്റെ വൈഫായിട്ട് ഇവളും മകനായിട്ട് അവനുമായിരുന്നു. അപ്പൊ രഞ്ജിത്ത് സാറ് ചോദിച്ചു, ഒരാളെ നാട്ടിൽ നിന്ന് കൊണ്ടുണ്ടെങ്കിൽ അതിന് പുതിയ വിസ എടുക്കണം, ഇത്രയും കാശ് ചെലവുണ്ട്, നിങ്ങളൊന്ന് സഹകരിച്ചാൽ കുറച്ച് ലാഭം കിട്ടുമെന്ന് ഞങ്ങൾ തന്നെ അങ്ങനെ അഭിനയിച്ച ആ സീൻ. അത് ശരി. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് അഭിനയിച്ചപ്പോ? കുഴപ്പമൊന്നുമില്ല. എന്റെ മലയാളം ഇത്തിരി കോട്ടയം ഭാഷയായിരുന്നു. അപ്പൊ എനിക്ക് അത് 2 പ്രാവശ്യം എടുക്കേണ്ടി വരും. ടേക്ക് മലയാളം എന്നാ പറ്റി? ഇപ്പൊ ഭാഷ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ അല്ല ബോൺ ആൻഡ് ബോട്ട് അല്ല, ഇവിടെ തന്നെയാ. പക്ഷെ ഈ കോട്ടയം ഭാഷ വേറെ വേറെ അത് അല്ലെങ്കിൽ രൂപ സംസാരിക്കുമ്പോ ഒരു എന്താ പറയാ നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്നുണ്ട് വർത്താനത്തിനകത്ത്. ചില വേർഡ്സ് കിട്ടൂല. കൊച്ചിയില് ശരിക്കും അത് കൊങ്കണി സ്കൂളാണല്ലേ? അല്ല, കൊങ്കണി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നോർത്ത് ഇന്ത്യൻസും പിന്നെ നെയ്ബേഴ്സ് ഒക്കെ കൊങ്കണീസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവരോട് സംസാരിച്ചിട്ടാണ് എന്താന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷെ ഇവര് ഷോട്ട് ആദ്യത്തെ 2 ഷോട്ടിൽ റെഡിയായി. ഞാൻ 10-25 ഷോട്ട് എടുക്കേണ്ടി വന്നു. നാണക്കേട് കേട്ടോ. പക്ഷെ ഇഷ്ടം മോന് ഇനിയും ചാൻസസ് വന്നാ പോവാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അതെ, പറഞ്ഞിട്ടുണ്ടോ? ഫിലിം ഫീൽഡിൽ എവിടെങ്കിലും ഒക്കെ ഉണ്ടാവണം എന്നൊക്കെ അവന് ആഗ്രഹമുണ്ട്. ആക്ടിങ് പിന്നെ അറിയാം. പിന്നെ ഈ നാടകത്തിലൊക്കെ പോയി ഈ മലയാളം പേടിയില്ല. ചില പിള്ളേർക്ക് അങ്ങനെ ഉണ്ടല്ലോ, പേടി ഒരു എങ്ങനെ ചെയ്യും എന്നുള്ള. ഇല്ല. അവന് 2-3 ചാൻസ് വന്നതാണ്. പിന്നെ ആ സ്റ്റഡീസിന്റെ ഇതിന്റെ ഇടയിൽ എടുക്കാൻ പറ്റാത്തോണ്ട് പോയില്ല. ഓക്കെ. ടിനിച്ചേട്ടാ, ഈ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് നമുക്ക് കുറെ ഉണ്ടല്ലോ, ശരിയാ. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് നെഗറ്റീവ്സും ഉണ്ട്. ഒരു നെഗറ്റീവ് പോർഷൻ ഞാൻ കുറെ കേട്ടതാ. ഇപ്പം എനിക്ക് തോന്നുന്നു പറയുന്നത് വിഷമം തോന്നുന്നില്ല. ടിനിച്ചേട്ടനും കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ അത് എങ്ങനെയാ ടിനിച്ചേട്ടാ ഹാൻഡിൽ ചെയ്യുന്നത്?
സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് എന്നെ പറ്റി കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് മെന്റലി കുറച്ച് തളർന്നു. അപ്പോഴത്തേക്കും ലാലേട്ടനും എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തളർന്നിരുന്ന കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നമ്മളെ പറ്റി എന്നതേലും ഒന്ന് പറയണം, നെഗറ്റീവ് പറയണം എന്നുണ്ടെങ്കിൽ അവൻ്റെ സന്തോഷമല്ലേ, പറഞ്ഞുകൊണ്ട് പോട്ടെ, യു ഡു യുവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. ഇത് തന്നെയാണ് ഏട്ടനും എന്നോട് പറഞ്ഞത്. പുള്ളിക്ക് തന്നെ പറ്റി പറയുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ട് പോട്ടടോ എന്ന് പറയും. പറയുന്നുണ്ടല്ലോ, അതാ അതാണ്. അതൊക്കെ ഇനി എന്തോ ഒരു അല്ലല്ല, ഞാൻ എന്റെ റെസൊല്യൂഷൻ അല്ല, ഞാൻ എന്താ പറഞ്ഞാല് എന്ത് നല്ലത് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു ചിലപ്പോ വേറൊരു നെഗറ്റീവ് സൈഡ് എടുക്കും, അത് പിന്നെ വളർത്തി വലുതാക്കും. അപ്പൊ അതിന് നല്ലത് നമ്മള് പറയാനുള്ളത് നമ്മൾ പറയണം. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പറയരുതെന്ന് തന്നെ ഉള്ളതാണ്. അതിന് പറയുമല്ലോ, ഈ അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് പറയൂലേ, അപ്രിയ സത്യങ്ങൾ. മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ പറയരുത്. പക്ഷെ എനിക്ക് അതിന്റെ ദോഷം കൂടുതൽ ചെയ്താണെങ്കിൽ പറയണ്ടേ, തിരുത്തണ്ടേ? ആ നേരം വരുന്ന ഒരു വിഷമല്ലേ ഉള്ളൂ. നമ്മളല്ല തിരുത്താൻ, വേറെ ആൾക്കാരുണ്ട് ഇവിടെ, കോടതിയുണ്ട്, പോലീസുണ്ട്, അവര് തിരുത്തും. അപ്പൊ എന്റെ അടുത്ത് തന്നെ എനിക്ക് കുറച്ചു കാലം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവതരിപ്പിക്കുക. അപ്പൊ അതിന് നെഗറ്റീവ്സ് വരുമെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം നമ്മള് വിമർശിക്കാൻ അവർക്ക് അവകാശമുണ്ട്. കറക്റ്റാണ്. അത് അവര് വിമർശിക്കുമ്പോഴാണല്ലോ നമ്മുടെ തെറ്റുകൾ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതും. ഈ പറഞ്ഞ പോലെ എന്നാ പറയാ, ഒരു നമ്മുടെ ഈ ഒരു തെറ്റുണ്ട്, നമ്മുടെ ഒരു ഈഗോ ആണെങ്കിൽ നമുക്ക് അത് മാറ്റി നിർത്തി അത് ശരിയാ, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. സത്യം. പിന്നെ എന്താ വെച്ചാല് നമ്മളത് ഒരു കാര്യം 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഒരു പോസ്റ്റ് ഇടാൻ പാടുള്ളൂ. പോസ്റ്റ് എന്ന് പറഞ്ഞ് ഇടുമ്പോ തന്നെ അത് എന്ത് പോസ്റ്റാണ്, മറ്റേ ഇലക്ട്രിക് പോസ്റ്റ് ആണോ, അത് തന്നെ ആദ്യം തീരുമാനിക്കണം, എന്നിട്ടേ നമ്മൾക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് ആലോചിച്ചിട്ട്, കാരണം എന്റെ അടുത്ത് ബിജു മേനോനാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഒന്നിനും ഇടപെടണ്ട, ഒന്നിനും ചെയ്യണ്ട, നീ നിന്റെ ജോലി നോക്കി ജീവിച്ചാൽ മതി. പക്ഷെ ഞാനൊരു പബ്ലിക് പേഴ്സൺ ആണ്, അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാരെ സഹായിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്, ഇങ്ങനെ കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ ഇടപെടാറുണ്ട്. അപ്പൊ നമ്മള് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നടനോ നല്ല രാഷ്ട്രീയ നേതാവോ ഒന്നുമല്ല, നല്ല മനുഷ്യനാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് കറക്റ്റ്. നമ്മൾ ഫിലോസഫിയിലേക്ക് പോണത് ഫുഡും വെച്ചിട്ട് അല്ല. പക്ഷെ അത് കേൾക്കാൻ നല്ല രസമുണ്ട് ചേട്ടാ. അത് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കുന്ന നല്ലൊരു കാര്യമല്ലേ. ചിലപ്പോൾ നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട് തന്നെ, തെറ്റല്ലേ? ഇതുപോലെ ഈ ട്രോളൊക്കെ വന്നപ്പോഴത്തേക്ക് രൂപയ്ക്ക് വിഷമായില്ലേ? എനിക്ക് ദേഷ്യം വരും. പക്ഷെ പിന്നെ ഓർത്ത് നമ്മള് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരാണ് കൂടുതൽ, അവരുടെ വ്യൂസ് കൂടും. നമ്മൾ പിന്നെ പ്രതികരിക്കാണ്ടിരുന്ന ടിനി എടുത്തത് എനിക്ക് തോന്നുന്നു ടിനിയുടെ ഡിസിഷനാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കുറെ നാളെ ഏറിലായിരുന്നു, ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സെൽഫായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന്, മനുഷ്യനല്ലേ, നമ്മളെ പറ്റി ഇല്ലായ്മ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നാച്ചുറൽ അല്ലേ? പക്ഷെ ഞാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ എന്താണെന്നുള്ളത്, ഞാൻ നല്ല മനുഷ്യനാണ്, നല്ലവനാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് ചിലപ്പോൾ ഇവള് മാത്രമായിരിക്കും. അതൊന്നുമില്ല. ടിൻചേട്ടന് അറിയാവുന്ന എത്ര പേരാ ഉള്ളേ, അവർക്കൊക്കെ എത്രയായാലും അറിയാം. ഈ പറഞ്ഞ പോലെ എല്ലാവരെയും നമുക്ക് ബോധിപ്പിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ, ആരും വേദനിപ്പിക്കരുത്. ഞാൻ പറയണത് വാക്കുകൾ കൊണ്ടുപോലും നമുക്ക് വിമർശിക്കാം, പക്ഷെ വേദനിപ്പിക്കരുത്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ ഒരു ചെടിയായിട്ട് കൽപ്പിക്കുക, അതിലൊരു കേടുണ്ടെങ്കിൽ ആ ഇല കട്ട് ചെയ്ത് കളയുക എന്ന് പറയുക, ആ കൂമ്പൊടിച്ച് കളയരുത്. എത്രയോ പേരുടെ കഷ്ടപ്പാടാണ്. സത്യം. അപ്പൊ മനസ്സ് വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് എന്റെ ഇത്. ഞാൻ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാറില്ല. അത് ശരിക്കും അത് ഹേർട്ട് ചെയ്യും, അവരുടെ ഉള്ളിലൊരു തേങ്ങലുണ്ടാവും. അപ്പൊ അത് ഞാൻ പരമാവധി പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഞാൻ വിളിച്ച് സോറി പറയാറുണ്ട്, എന്റെ ഇതൊരു തെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതെ, സത്യം. അത് കേൾക്കുന്ന ആൾക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരി, അവർ അടി കൊണ്ടാ കൊള്ളാം, പക്ഷെ വാക്ക് പറഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ ഒക്കുകയല്ലെന്നുള്ളത് കാരണവന്മാര് പറയുന്നതും സത്യമാണ് അല്ലേ? ശരിക്കും ടിൻചേട്ടാ, ഈ മിമിക്രി ഫീൽഡില് ടിൻചേട്ടാ വരുന്ന സമയം, അതായത് ഈ ഫീൽഡിലേക്ക് വരുന്ന സമയം, അത് കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാവില്ലേ? അതൊക്കെ ഞങ്ങളോടൊത്ത് ഷെയർ ചെയ്യോ? അത് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല, ഒരുപാട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അയ്യോ, ആനീസ് കിച്ചണിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ 2 എക്സ്പീരിയൻസ് എങ്കിലും പറയൂ അന്വേഷിച്ചിട്ടാ. അത് ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഏട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ NSSന്റെ പ്രോഗ്രാമിന് കോട്ടയത്ത് സ്റ്റേജിൽ സുരേഷ് ഏട്ടൻ അനുകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഏട്ടൻ വിളിച്ചു ചോദിച്ചു, അവിടെ എന്താ പരിപാടി നടക്കണമെന്ന് ചോദിച്ചപ്പോൾ നാദർശിക പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പ്രോഗ്രാമാണ് നടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സുരേഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാനും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സുരേഷ് ഏട്ടന്റെ ലൈനിൽ ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഞാൻ നോക്കുമ്പോൾ സൈഡിൽ സുരേഷ് ഏട്ടൻ നിൽക്കണം, ഒറിജിനലി
അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഇത്തിരി തലകറക്കമൊക്കെ വന്നു. കാരണം നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരാള് ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മളിവിടെ പെട്ടെന്ന് അമിതാഭ് ബച്ചൻ വരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ തള്ളു വിട്ടിട്ട് പെട്ടെന്ന് അമിതാഭ് ബച്ചനെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതായിരുന്നു എന്റെ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ്. എന്നിട്ട് സുരേഷ് ഏട്ടൻ തന്നെ വന്നിട്ട് സുരേഷ് ഏട്ടൻ അനുകരിച്ചിട്ട് പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പഠിച്ചതും ചെയ്യാൻ പോയതും ഒക്കെ മറന്നുപോയി അല്ലെ? സുരേഷ് ഏട്ടൻ ഇവിടെ ആനീസ് കിച്ചണിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വിളിക്കും. അതിന് പറ്റിയ ആളാണ്. കാരണം എന്താ, ഞാനിപ്പോ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു ജയരാജ് സാറിന്റെ. അപ്പൊ അതിൽ ത്രൂ ഔട്ട് ഒരു മാസം ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോ എനിക്ക് കൂടി. കാരണം ബാക്കി ഇപ്പൊ മമ്മൂക്കയുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ കാഷ്യൂനട്ട്സ് അല്ലെങ്കിൽ പപ്പായ ഇതൊക്കെ ഇരിക്കും. പുള്ളിയുടെ കുക്കിന് വലിയ ജോലിയില്ല. പിന്നെ നമ്മള് പുള്ളിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യിപ്പിക്കും. ഇങ്ങനെ മട്ടൻ കറി അതൊക്കെ വെക്കും. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ് തരാൻ പോണെന്ന് പറയാൻ പറ്റില്ല. കോളിഫ്ലവർ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാകും ചിലപ്പോൾ വൈകിട്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ സിദ്ദിഖ് സാറിന്റെ ലാസ്റ്റ് പടം ഉണ്ടായിരുന്നു. ആ പടത്തിന് ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇപ്പൊ ഫിഷ് കറി ഉണ്ടെങ്കിൽ അത് തരും. സുരേഷ് ഏട്ടന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം നോക്കുമ്പോ കാവി കളറാ കാണുന്നത്, ഓപ്പോസിറ്റ് മൊബൈലിൽ നിന്ന് കാണുന്നത്. അപ്പൊ ഇനി രാഷ്ട്രീയമായിട്ട് കൊടിയാണോ എന്താണോന്നൊന്നും അറിയില്ല. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ ജിലേബി നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ജിലേബി അല്ലേ എന്ന് വെച്ച്. ജിലേബി അല്ല, ജാഗിരി, ഡൽഹിയിലുള്ള ജാഗിരി. അപ്പൊ ഞാൻ സിനോജ് ഉണ്ട് പുള്ളിയുടെ മാനേജർ. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇപ്പൊ ഡൽഹിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരാള്. ഇപ്പൊ ഈ 300 രൂപയുടെ ഈ ജാഗിരി മേടിക്കാൻ 4000 രൂപയുടെ ഡീസൽ ചിലവാക്കിയിട്ട് നെടുമ്പാശ്ശേരി പോകണമെന്ന്. അപ്പൊ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിക്കണം, പുള്ളി മാത്രമല്ല നമ്മളും കഴിക്കും. സത്യം. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോ ഒരു വാഴലയില് നോക്കിയപ്പോ തുറന്നു നോക്കിയപ്പോ മൈസൂർ പാക്കാണ്, പാവാണ്, അതാണ്. അതിങ്ങനെ നെയ്യ് ഇങ്ങനെ തൊട്ടങ്ങനെ അലിഞ്ഞു പോവും. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ശ്രീകൃഷ്ണ അതല്ല, ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് പോണത് അറിയണല്ല. പിന്നെ എല്ലാ ദിവസവും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാ. അപ്പൊ അന്ന് സുരേഷ് ചേട്ടൻ എന്തോ മെഷീനൊക്കെ ഉണ്ട്, കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ അടിച്ചു നോക്കും ഷുഗർ ഉണ്ടാകുന്നു. നമ്മൾ പോണത് ഒരു മാസം കൂടിയിട്ടല്ലേ, അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ചിലപ്പോ ചില സാധനമൊക്കെ അടിച്ചു പോയിട്ടുണ്ടാവും. ഇതാണ് 3 പേരുടെയും ഫുഡിന്റെ ഒരു വ്യത്യാസം. സത്യം. സുരേഷ് ചേട്ടൻ എന്റെ ആനീസ് കിച്ചണിൽ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. സുരേഷ് ചേട്ടന് ഇതൊന്നും പോരാ. സുരേഷ് ചേട്ടന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയും. അയ്യോ, ഇത്രയും നിലയിലല്ലേ ഉള്ളൂ, കഴിക്കാനല്ലേ ഉള്ളൂ, വയറ് നിറഞ്ഞാ പോരെ. പുള്ളി ഒരു മട്ടൻ കറി ഓർഡർ ചെയ്താൽ, ചേട്ടാ ഒരു മട്ടൻ കറി പറയട്ടെ, 4 എണ്ണം. അതാണ്. അതെ ചേട്ടാ, സുരേഷ് ചേട്ടൻ അനിയത്തിയുടെ വീട്ടിലേക്കാ വരുന്നേ. ഇങ്ങനെ കഴിച്ചാൽ മതി ഞാൻ പറഞ്ഞോളാം. വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്ന് ചുമ്മാ കാണിച്ചു തന്നാ മതി. അല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. പക്ഷെ പുള്ളിക്ക് വിഭവ സമൃദ്ധമായി. സത്യം പറയാം, നമ്മള് വീട്ടിലൊക്കെ പോയാലും ഇല്ലേ, സുരേഷ് ചേട്ടൻ ഇങ്ങനെ 1-2 കറിയൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ എണ്ണതയിലൊക്കെ നിറഞ്ഞിരിക്കണം. എന്നാൽ സുരേഷ് ചേട്ടൻ കഴിക്കുന്ന ഇച്ചിരി എണ്ണതയിൽ, അല്ലെങ്കിൽ ഒരു ചുട്ടാരച്ച ചമ്മന്തി. ചുമക്കുള്ള മരുന്നാണെന്ന് ചോദിക്കുള്ളൂ. ഇത് ഡ്രിങ്ക് ആയിട്ടൊന്നും തോന്നില്ല. സുരേഷ് ചേട്ടനെ സംബന്ധിച്ച് അതൊരു ഡ്രിങ്ക് അല്ല. സുരേഷ് ചേട്ടൻ മറ്റേ കാപ്പി കുടിക്കുന്ന ഇത്ര ഉള്ളൊരു ഗ്ലാസ്സിലാ. കണ്ടിട്ടുണ്ടോ? മഗ്ഗല്ല, ബക്കറ്റ്. ഇത്രയും കുടിക്കണമെന്ന് പറഞ്ഞു അത്രയും കഴിക്കും സുരേഷ് ചേട്ടൻ. ഇപ്പൊ എല്ലാം സർവ്വസമ്പന്നമായിരിക്കണം. പക്ഷെ സുരേഷ് ചേട്ടൻ നല്ലതായിട്ട് വർക്ക്ഔട്ട് ചെയ്യില്ലേ? വർക്ക്ഔട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കാണ് പ്രശ്നമല്ലേ, കൂടെ ഇരുന്ന് കഴിക്കുന്നവർ കഴിച്ചോണ്ടിരിക്കും. രൂപയ്ക്ക് എന്താ ചെയ്യാനാ ഇഷ്ടം? ഹൗസ് വൈഫ് ആണോ അതോ? എനിക്ക് ഹൗസ് വൈഫായിട്ട് ഞാൻ ഹാപ്പിയാണ്. വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ഭയങ്കര റിസ്കി വർക്ക് ഒന്നും എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രൂപയുടെ പേരിൽ മാത്രമേ രൂപയുള്ളൂ, രൂപ ഉണ്ടാക്കേണ്ടത് ഞാനാണ്. രൂപ ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും ടിൻചേട്ടൻ ഇങ്ങനെ ഇമിറ്റേഷൻ ഒക്കെ എല്ലാരെയും പറ്റി ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഫിലിമിൽ ചെയ്യുമ്പോഴോ, ഏത് റോളിലാണ് ടിൻചേട്ടന് ഏറ്റവും ഇഷ്ടം? എനിക്ക് എല്ലാ റോളും ഇഷ്ടമാണ്. ഓരോന്ന് കാണുമ്പോഴും എനിക്ക് നമ്മുടെ വീട്ടിലത്തെ ഇപ്പൊ മോനാണെങ്കിലും ടിനിയാണെങ്കിലും പെർഫോം ചെയ്യണ കാണുമ്പോ നമുക്കൊരു സന്തോഷം. മോന്റെ ഫിലിം കാണുമ്പോ ഉണ്ടാവില്ല, അത് ആ ഒരു ഇത് അല്ല. ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം? സുരേഷ് ചേട്ടനാണോ, ലാലേട്ടനാണോ, മമ്മൂക്കയാണോ? മമ്മൂക്കയും സുരേഷ് ചേട്ടനാണോ ഏറ്റവും കൂടുതൽ? ചേട്ടനാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് ചേരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു രൂപവും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ബ്ലഡിലുള്ള പോലത്തെ ഒരു. ഭയങ്കര ഫാനായിരുന്നു സുരേഷ് ചേട്ടന്റെ.
ഫാൻ ഞാൻ എല്ലാവരുടെയും എനിക്കിഷ്ടമാണ്, എല്ലാവരുടെയും ഫാനാണ് ശരിക്കും പറഞ്ഞാൽ. മമ്മൂക്കയാണ് ഓരോരുത്തരും ഓരോ ടെക്സ്റ്റ് ബുക്കുകളാണ്. മമ്മൂക്കയിൽ നിന്ന് പഠിക്കാനുള്ളത് ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ലാലേട്ടൻ ഡെഡിക്കേഷനാണ്, സുരേഷ് ഏട്ടൻ മനുഷ്യ സ്നേഹിയാണ്. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഓരോന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഓരോരുത്തരുടെയും ഫാനാണ്. അല്ല ടീച്ചേട്ടൻ, എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ടീച്ചറിന്റെ പെർഫോമൻസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ രൂപ പറഞ്ഞ പോലെ സുരേഷ് ഏട്ടൻ അല്ല, ഇതൊക്കെ ഇപ്പൊ ബ്ലഡ് പുതിയ പിള്ളേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ എറർ കയറേണ്ട ആവശ്യമില്ല. ഞാൻ മമ്മൂക്കയും കറക്റ്റ് ആയിരുന്നു, ഡ്രസ്സൊക്കെ ചെയ്തു വരുമ്പോ. കറക്റ്റ്. പക്ഷെ ടീച്ചറിന് ഏറ്റവും കൂടുതൽ സുരേഷ് ഏട്ടനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ചേർന്ന് പോയിരിക്കുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഇല്ലേ. അവര് ക്ലോസും ആണ്, ഇപ്പൊ സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. പറയും ടീച്ചറിന്റെ കാര്യമൊക്കെ പറയുമ്പോ വിശേഷം കേൾക്കാൻ നല്ല രസാ. ടീച്ചേട്ടാ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, രൂപയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ പറയൂ. രൂപ മിണ്ടരുതേ, നമുക്ക് പറയോ. രൂപക്ക് എല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് ഇപ്പൊ ഇതുപോലെ ഇരിക്കുന്ന കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നുന്നത്. OCD അല്ല. ഇപ്പൊ ഈ പ്ലേറ്റ് ഇവിടെ വേറെ സ്ഥലത്ത് ഇരുന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാ. അത് പോയിട്ട് രൂപയുടെ ഇഷ്ടങ്ങൾ ഇപ്പൊ ഫുഡിലായാലും ഡ്രസ്സിംഗ്സിലായാലും സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മൊബൈലില് നോക്കിയിട്ട് ലോകത്തുള്ള എല്ലാ ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ മറ്റേത്, പക്ഷെ അതൊക്കെ ഒറിജിനൽ ആണെന്നൊന്നും അറിയില്ല. ആണേ, കഷ്ടമുണ്ടോ അങ്ങനൊന്നും പറയും. നമ്മൾ അതൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോടെയല്ലേ ഉണ്ടാക്കുന്നേ. ഇവരതിന് മുമ്പ് കഴിച്ചിട്ടുമില്ലല്ലോ. അതെ, ഇതാണ് ചിലപ്പോ ഇതൊരു പ്രത്യേക ടൈപ്പ് കേക്ക് ആണെന്ന് പറയും. കേക്ക് ചിലപ്പോ ഇത്തിരി ലൂസ് ആയിട്ടുണ്ടെങ്കിൽ പറയും ഇതൊരു പുഡിംഗ് ആണെന്ന് പറഞ്ഞ് മാറ്റും. അത് ഞങ്ങളുടെ എന്താ പറയാ, അതാ ഞങ്ങളുടെ ഇഷ്ടമല്ലേ. അത് നിങ്ങളാരും കഴിച്ചിട്ടില്ലല്ലോ, പക്ഷെ നല്ല സാധനമല്ലേ തന്നിട്ടുള്ളൂ അല്ലേ. രൂപക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്, ഫുഡ് ഉണ്ടാക്കി കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ അത് ശരി. അപ്പൊ പുറത്തുള്ളവർക്ക് കൊടുക്കാൻ പേടിയാണ്, കാരണം അവരെന്ത് വിചാരിക്കും. അങ്ങനെ ഒരു ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി രൂപ. എന്നറിയോ, വീട്ടിലിത് പരീക്ഷിച്ചിട്ട് നമ്മള് ഗസ്റ്റിന് കൊടുക്കുള്ളൂ. ഇത് ഏട്ടനും കുട്ടികളും കഴിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടെ ഒന്നും തരൂല ആർക്കും. ഇവളൊരു മാഗസീനിൽ കണ്ടിന്യൂസ് എഴുതുന്നുണ്ടായിരുന്നു. കന്യക എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് കുറച്ച് ബോറടിച്ച ബോറടിക്കേ കൊറേ കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതണുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കണമല്ലോ. പിന്നെ നിർത്തി. 1 വർഷം 1.5 വർഷം എന്തോ ചെയ്തു. എന്നാലും ടീച്ചറെ പ്രോത്സാഹിപ്പിക്കായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ എനിക്ക് മലയാളി ഫുഡ് അത്ര ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പൊ ഈ അത് നോർത്ത് ഇന്ത്യൻ അല്ല, കൊറിയൻ ഫുഡ്, ജാപ്പനീസ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സത്യം. എനിക്കിത് ആദ്യം കണ്ട വേർഷനില് ഞാൻ എന്താ പറയാ, ഒരു നമ്മുടെ ഉള്ളിലുള്ള കൊതിയല്ലേ. ഞാൻ വിചാരിച്ചു നാളെ തൊട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് സോസേജും മറ്റേ പൊട്ടറ്റോ ഇതെല്ലാം വെജിറ്റബിൾസും ഇതെല്ലാം ബട്ടർ സോട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചു. 3ന്റെ എനിക്ക് ദോശയില്ലെങ്കിൽ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയാ. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ വരും. നമ്മളിപ്പോ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ നോക്കിക്കോ, മെക്സിക്കൻ ടർക്കിഷ് ഫുഡ് എന്ന് പറയും. ഒരു 4-5 ദിവസം കഴിയുമ്പോ നോക്കിക്കോ മീൽസ് റെഡി എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കും. ആൾക്കാർ കറങ്ങിത്തിരിഞ്ഞ് വന്ന് ചോദിക്കും ഉച്ചയ്ക്ക്. പക്ഷെ അതൊരു മലയാളിയുടെ ഒരു ബേസ് ഒരു ഇതാണ്. ചോറ് മീൻകറി ഇടയ്ക്ക് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്നും പറ്റിയല്ല. ഫ്രൈഡ് റൈസും അതൊന്നും എന്നും പറ്റിയല്ല. ശരിക്കും കൊങ്കിണിയൊക്കെ അറിയോ രൂപയ്ക്ക് സംസാരിക്കാൻ? ഇതെല്ലാം കൂടി മിക്സ് കേട്ടിട്ട് എല്ലാം മിക്സ് ആയി പോയി. ഇപ്പൊ ഏതാ നേരെ ചൊവ്വല്ല, മലയാളവും വരുന്നില്ല, കൊങ്കിണിയും വരുന്നില്ല, ഹിന്ദിയും വരുന്നില്ല അല്ലേ. ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻസ് ആയത് കാരണം അത് എന്താന്ന് എനിക്കറിയാം. ആ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നത്. ഹിന്ദി നല്ലതായിട്ട് പറയും. ഓ അത് ശരി. അപ്പൊ നമുക്ക് ഇവിടെ ടീച്ചേട്ടൻ പറയില്ലേ ഹിന്ദി? പിന്നെ നമ്മുടെ അവിടുത്തെ വർക്കേഴ്സിന്റെ അടുത്തൊക്കെ അത് കേട്ടത് നല്ല രസമാണ്. നമ്മുടെ കാരണം പക്ഷെ മലയാളമാണോ ഹിന്ദിയാണോന്ന് അറിയാൻ പറ്റില്ല. അബ്ദു എന്ന് പറഞ്ഞു അവന് വല്ല മനസ്സിലാവുമല്ലോ അല്ലേ? അവന് മനസ്സിലാവും. പക്ഷെ ഹിന്ദി ടീച്ചേട്ടാ ഇപ്പൊ സിനിമയിൽ പാടിയില്ലേ? സിനിമ പാടിയിരുന്ന അതൊന്ന് പാടിത്തരുമോ നമുക്ക്? അത് 2 വരി പാടാം. അത് ശരിക്കും അതിന്റെ ഒരു ഫോക്ക് സോങ് ആണ്. ഞാൻ ട്രാക്ക് മൊബൈലിൽ പ്ലേ ചെയ്തോട്ടെ. 3 ആൺമകളല്ലേ, എനിക്കും ഒരു ആൺമകളാണ്. പക്ഷെ ഇത് മകൾക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛൻ പാടുന്ന പാട്ടാണ്. മകളോടുള്ള സ്നേഹം കൊണ്ട്. അത് എഴുതിയത് സക്രിയ ബക്കളം എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ഇപ്പൊ ജീവനോടില്ല. പുള്ളി ഒരു കൊയർ സിംഗർ ആയിരുന്നു. ഇത് എഴുതിയത് ഷംന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മത്ത് എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞാനത് പാടിയത്. അപ്പൊ അതിന്റെ ഒരു 4 വരി, സൗണ്ട് സിസ്റ്റം ഇതൊന്നുമില്ല എങ്കിലും ഞാൻ 4 വരി പാടാം.
ഒന്ന് പാടണ്ടാണ്. ഞാനിത് കൺട്രോൾ ചെയ്തിട്ടാ പാടിയത്, കാരണം ഭയങ്കര സൗണ്ട് വേണ്ടി വരും. അല്ല ശരിക്കും ഒറിജിനലായിട്ട് നല്ല ഹൈ പിച്ചിലാണോ ഹൈ പിച്ചിലാ പാടേണ്ടത്. അത് ടിൻചേട്ടൻ പാടിയത് ഐ മീൻ എന്തെങ്കിലും ടിൻചേട്ടൻ തന്നെ പാടണം എന്ന് വിചാരിച്ചു? ഡയറക്ടർ പറഞ്ഞ് ഞാൻ തന്നെ പാടണം, മകളോടുള്ള സ്നേഹമാണ്. അപ്പൊ അതിൽ ഞാനൊരു മയക്കുമരുന്നിന് അടിമയായിട്ടൊരു ഒരാളാണ്. അപ്പൊ മകളുടെ അമ്മ ഇല്ലാതെ വളരുന്ന ഒരു പെൺകുട്ടിയുടെ വിഷമം, അപ്പൊ ആ അമ്മയുടെ സ്നേഹം അച്ഛൻ കൊടുക്കുന്നതാണ്. ഓക്കെ, പക്ഷെ നല്ലൊരു ക്യാരക്ടറാന്ന് തോന്നുന്നു. നല്ല ക്യാരക്ടർ, നല്ല വോയിസിൽ പാടേണ്ടതാണത്. അപ്പൊ ഇവിടത്തെ ഈ സിറ്റുവേഷനിൽ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം വരും. ഇല്ല, പക്ഷെ നല്ല രസമായിട്ട് പാടുന്നത്. ഇപ്പൊ ടിൻചേട്ടൻ നോക്കൂ, ഏതൊക്കെ മേഖലയിലാണ്, മിമിക്രി ആയാലും ഫിലിമിലായാലും പാട്ടിലായാലും. ഫസ്റ്റ് ടിൻചേട്ടൻ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പെർഫോം ചെയ്ത ഒരു കാര്യം രൂപ നല്ലതായിട്ട് ക്രിട്ടിസൈസ് ചെയ്യോ? തെറ്റും ശരികളും ഒക്കെ പറയോ? തെറ്റ് ചിലപ്പോ പാട്ട് പഠിക്കുമല്ലോ, അപ്പൊ ചിലപ്പോ എന്തെങ്കിലും വേർഡ്സ് എഴുതി. ഈ പാട്ട് പഠിച്ചപ്പോ എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, വർക്കി എന്നാണ് പേര്. ഇത് മുകളിലോട്ട് ഓടി കയറിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നത്. അത് ഈ ഹൈ പിച്ച് കേട്ടിട്ട്. ആ പിച്ചെന്ന് പറഞ്ഞാല് പാടും കുയിലോ നീയാടും മയിലോ, അത്ര ഒച്ചത്തിലാണ് ഈ പൂച്ച ആദ്യമായിട്ട് എത്ര വലിയ സൗണ്ട് കേൾക്കണത്. പൂച്ച അങ്ങോട്ട് ഓടിപ്പോയിട്ട് പിന്നെ താഴേക്കില്ല, എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല ടീച്ചറെ അയപ്പിച്ച് പൂച്ച സ്റ്റെയർകേസ് ഓടുന്നതാണ് എനിക്ക് വിഷയം. സത്യം പറഞ്ഞ നടന്ന സംഭവം അവന് ഒറ്റ വെച്ച് കൊടുത്തു. അത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ, ഇനിയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നിർത്തുന്നുമില്ല. തൊണ്ട തുറക്കാൻ വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തതാ, പക്ഷെ പൂച്ചയുടെ തൊണ്ട പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞു ഇനി പാടില്ല വർക്ക്. ഇനിയിപ്പോ ടിൻചേട്ടന് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ വിളമ്പട്ടെ? ഇത് തന്നെ അനന്ത ചേച്ചി പഠിപ്പിച്ച, ഏതാറിയോ? മേജർ രവി സാർ ഇല്ലേ, ടീച്ചറിന്റെ വൈഫ് അനന്ത ചേച്ചി. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ മിലിറ്ററിയിലൊക്കെ അവരിങ്ങനെ പോകുമ്പോ പെട്ടെന്നുണ്ട് അവരുടെ കയ്യിലുള്ളത് വെച്ചല്ലേ ഇവർ ഉണ്ടാക്കുന്നേ. അപ്പൊ അനന്ത ചേച്ചി പറയുന്ന, അനന്ത ചേച്ചിയുടെ ഒരാളുണ്ടായിരുന്നു ഒരു കുക്ക്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിപ്പിന് പെട്ടെന്ന് കറികൾ ഉണ്ടാക്കും. അങ്ങനെ പഠിച്ചെടുത്തതായത്. ടീച്ചേട്ടാ ഇപ്പൊ സിനിമയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെടാണ്ടിരിക്കാൻ ഞാൻ മിണ്ടരുതെന്നല്ല ഉദ്ദേശിച്ചത്. മിണ്ടിക്കോ, കുഴപ്പമില്ല. ടീച്ചേട്ടാ ഡയറക്ട് ചെയ്യുന്ന ഫിലിം? ഇല്ല, ഡയറക്ഷൻ ഇപ്പൊ പാട്ട് പാടി ഇല്ല. ആദ്യം ചോദിക്കാവോ, എന്നെ കൊണ്ട് പറ്റിയല്ല എന്ന് പറയുമായിരിക്കും. അല്ല, എഴുതാൻ ഇഷ്ടമാണ്, എഴുതുന്നുണ്ട്. സ്ക്രിപ്റ്റ് എന്നതാ വലിയ മൂവിയാന്നോ? ഒന്നുമല്ല, അത് ആവുമ്പോ അറിഞ്ഞാ പോലെ. സസ്പെൻസ് ഒന്നുമില്ല. എന്നാ അത് നടക്കാൻ ദൈവം തമ്പുരാനോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ അല്ലേ? ആ ശരി. അപ്പൊ ഏകദേശം ഇങ്ങനെ കപ്പൽ കരയടക്കുമ്പോ പറയാമല്ലോ അല്ലേ? പറയണേ ഞങ്ങളോടൊക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കാം. ഇപ്പൊ രൂപയ്ക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ഈ പറഞ്ഞ പോലെ ഹൗസ് വൈഫ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ലൊക്കേഷനിലൊക്കെ പോവോ? വീട്ടില് തന്നെ? ലൊക്കേഷൻ മീൻസ് ഇപ്പൊ എനിക്ക് അറിയാലോ, തുടങ്ങുന്ന ടൈമിൽ തുടങ്ങൂല, തീരേണ്ട ടൈമിൽ തീരൂല. നമ്മൾ പോസ്റ്റ് പക്ഷെ ഇപ്പം അറിഞ്ഞില്ലേ ഫിലിം എങ്ങനെയാണെന്നുള്ളതും? പോയിട്ടൊക്കെ ഉണ്ട് ലൊക്കേഷൻ. ബോറടിയാ അല്ലേ? അതെ അതെ. കുറച്ചു നേരം ഇരുന്നേച്ച് പിന്നെ മുറിയിൽ പോയി ഇരിക്കണം. അപ്പൊ നമുക്ക് അതിനെക്കാട്ടിലും വീട്ടിൽ ഇരുന്ന് ഇഷ്ടം പോലെ പണി ചെയ്യാം. അതാ പെണ്ണുങ്ങൾ നാച്ചുറലി അത് ആലോചിക്കുള്ളൂ. ഞാൻ തീർത്ത് നോക്കിയേ അറിഞ്ഞില്ല. അത് എനിക്ക് ഫുഡ് കഴിക്കുമ്പോ അതിന്റെ ഒരു കണ്ടില്ല. ഇതിന്റെ ശരിക്കും സംസാരിക്കാൻ പാടില്ല എന്ന് പറയണല്ലേ ഫുഡ് കഴിക്കുമ്പോ? എനിക്ക് സംസാരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇതിന്റെ വെറുതെ പറഞ്ഞല്ല കൊടുക്കണ്ട. രൂപ എനിക്ക് പുതിയ റെസിപ്പീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൂടെ പറഞ്ഞു കേട്ടോ, പുതിയ ഇൻവെൻഷൻസ്. ഞാൻ മസാല ഫുൾ അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സാധനം അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ ഇപ്പൊ മല്ലി, ഹോൾ പെപ്പർ, പച്ചമുളക്, ഈ റെഡ് ഈ പൊടികളില്ലേ, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡാണ് ഇപ്പത്തെ. പക്ഷെ മോനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താണ് ഒന്നും അറിയാൻ പാടില്ല, കുക്കിങ്ങേ അറിയാൻ പാടില്ല. അവിടെ ചോദിച്ചിട്ട് പക്ഷെ ആദ്യം പറഞ്ഞു നന്നായിട്ട്. അല്ല അപ്പൊ ഈ മല്ലി മുളക് ഇതൊക്കെ അരയ്ക്കോ? ഈ ഉണക്കമുളക് അതെല്ലാം വറുത്തിട്ട് പൊടിച്ചിട്ടൊരു കറികളുണ്ട്. അങ്ങനെ ഡയറക്ട്ലി എല്ലാരും പൊടിയെല്ലാം വേണ്ടാണ്ട് വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ്, പക്ഷെ ഇപ്പൊ എനിക്കത് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതാണല്ലേ പറഞ്ഞത് ടിൻചേട്ടൻ വന്നപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് പറഞ്ഞാൽ രൂപ വർത്താനമേ പറയില്ല. ഇപ്പൊ ആരാ കൂടുതൽ വർത്താനം പറഞ്ഞെന്നുള്ള ടിൻചേട്ടൻ പറഞ്ഞു പോയാ മതി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നീ സംസാരിക്കണം. കാരണം എന്റെ ഇന്റർവ്യൂ കുറെ ഇങ്ങനെ വന്ന് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ
പറ്റിയാൽ അത് ആനിയുടെ കഴിവ് തന്നെ. അയ്യോ അല്ല, ഞങ്ങള് ഇവിടെ ഫാമിലി ആയി കഴിഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട് ആയി കഴിഞ്ഞു. അപ്പൊ ഫ്രണ്ട്സിന് ഇഷ്ടം പോലെ വർത്താനായി. പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒന്നാണ്, കുക്കിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. ഇനി ടിൻചേട്ടൻ വരുമ്പോ ഒക്കെ വീട്ടിൽ വരണം കേട്ടോ, ഈ ആൻഡീസ് കിച്ചണിൽ വരണം. നമുക്ക് ഒരുപാട് വിഷയം, ടിൻചേട്ടൻ എവിടെയെങ്കിലും നമ്മളൊന്ന് ആ സോഫയിലൊക്കെ കൊണ്ടിരുത്തി വെച്ചാൽ നമുക്ക് അടുക്കളയിൽ കയറി പുതിയ പുതിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി പഠിക്കാം. ഓക്കെ, എനിവേ ഐ എം സോ ഹാപ്പി. താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ന്യൂ ഇയർ ടിൻചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷവും എനിക്ക് ഈ ചപ്പാത്തിയും ചിക്കൻ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അല്ല, അത് ഇതായിട്ടല്ല പറഞ്ഞത്, എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട ഫുഡുള്ള തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഈ ഒരു വർഷം നല്ല, ഇനി വരുന്ന വർഷം എല്ലാം ടിൻചേട്ടാ ഭയങ്കര ബിസി ആവട്ടെ. ബിസി ആവുന്ന ഇടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ആനീസ് കിച്ചണിലേക്ക് വരിക. തീർച്ചയായിട്ടും രൂപനെ പ്രത്യേകിച്ച് കൊണ്ടുവരാം. ഇനി വരുമ്പോ മോനെ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അതിനെ കൊണ്ടുവന്ന ഫുഡിന്റെ കുറ്റമൊക്കെ കേൾക്കണ്ടേ? കുഴപ്പമില്ല, എന്നാലും നമ്മൾ തിരുത്താൻ തയ്യാറാണല്ലോ. എനിവേ താങ്ക് യു വെരി മച്ച്. ഓക്കെ, പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, good. Annie's Kitchen. Let's cook with love.